പ്രിയമുള്ളവരെ, ആദ്യം തന്നെ നിങ്ങളോടൊരു ക്ഷമാപണം ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ചത്. കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ 2 ദിവസം മുമ്പിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു വേശി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഹോസ്പിറ്റലിൻ്റെ ജനലിൽ കൂടെ എടുത്ത് പുറത്ത് കളഞ്ഞു. ഹോസ്പിറ്റലിലെ ടോയ്ലറ്റിലെ ജനലിൽ കൂടെ എടുത്ത് പുറത്ത് കളഞ്ഞൊരു വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് ചെയ്തു. ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു അമ്മയുടെ വയറ്റിൽ നിന്നും വന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. കുഞ്ഞുങ്ങളോട് ഇമാതിരിയുള്ള പരിപാടി കാണിക്കുന്ന അവളുമാരും അവന്മാരും ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണം. ഒരു 1.5 വയസ്സുകാരൻ നേരിട്ട ഒരു പീഡനം എന്ന് പറയുന്നത് കൊടിയ പീഡനം. 51 മുറിവുകളാ കുഞ്ഞിന്റെ ദേഹത്ത്, സിഗരറ്റ് വെച്ച് പൊള്ളിച്ച പാടുകൾ, 2 കൈകൾ ഒടിഞ്ഞു, ജനനേന്ദ്രിയത്തിൽ ഒരു ആഴത്തിലേറിയ മുറിവുകൾ. ആ കുഞ്ഞ് രക്തസ്രാവം മൂലം ആ കുഞ്ഞ് മരണപ്പെട്ടു. പ്രസവിച്ചു എന്ന് കരുതി ഒരിക്കലും അമ്മയാവില്ല. നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വേണ്ടായിരുന്നുവെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാൻ സാധിക്കുന്നത് കാരണം എന്റെ മനസ്സ് അത്രയ്ക്ക് എനിക്ക് വിങ്ങുകയാണ്. കാരണം 1.5 വയസ്സുകാരൻ ഒരു കുഞ്ഞിനോട് നമ്മുടെ നാട്ടില് ബീഹാറിലോ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൽ നടന്ന സംഭവമാണ് ഈ സംഭവം. ഞാൻ ഇപ്പോഴും പറയുവാണ്, അപരാധിച്ച് നടക്കുന്ന പെണ്ണുങ്ങളോടും ആണുങ്ങളോടും കൈയെടുത്ത് കുമ്പിട്ട് സംസാരിക്കുകയാണ്. അപരാധിച്ച് നടക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും നിങ്ങൾക്ക് കഴപ്പ് മൂത്ത് അല്ലെങ്കിൽ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഈ പാവം പിടിച്ച കുഞ്ഞുങ്ങളെ ബലിയാടാക്കരുത്. റിക്വസ്റ്റ് ആണ്. കാരണം ഇതുപോലുള്ള വാർത്തകൾ കണ്ടും മടുത്തിട്ടാണ് ഈ പറയുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ TP ചന്ദ്രശേഖരനെ വെട്ടിയ സമയത്ത് 53 വെട്ടോ 52 വെട്ടോ കണ്ട് അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞിന്റെ ശരീരത്ത് ഈ നായിന്റെ പട്ടിമോൻ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത്. എങ്ങനെ തോന്നുന്നു നിനക്ക്? എങ്ങനെ തോന്നുന്നു നിനക്ക്? എടാ, അത് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? മാറി അപരാധിച്ച് നടക്കുന്ന ഈ കുഞ്ഞിൻ അമ്മയെന്ന് എനിക്ക് വിളിക്കാൻ തോന്നില്ല. ആ പുന്നാര മോള്. എടി, നീ സത്യം പറഞ്ഞ നിന്റെ കഴപ്പ് തീർക്കാനും അവന്റെ ലൈംഗിക വൈകൃതവും അവന്റെ സൈക്കോപാത്തും തീർക്കാൻ വേണ്ടി ഈ കുഞ്ഞിനെ എന്തിനു നീ ആ നാളിയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുന്ന നീ ഡാൻസും ഉണ്ടാക്കാൻ പോയി? ഇനി ഒരു മാതാപിതാവിന് സഹിക്കത്തില്ലടി ആ നാറി ആ കുഞ്ഞോട് ചെയ്ത പ്രവൃത്തികൾ. മനസ്സിലാവുന്നുണ്ടോ? മനസാക്ഷിയുള്ള മനുഷ്യന്മാർക്ക് സഹിക്കത്തില്ലടി. ഞാൻ ഇത്രയും വിഷമിച്ചാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ കുഞ്ഞിൻ്റെ 2 കൈയും എനിക്ക് പറയാൻ പറ്റത്തില്ല, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. സത്യം, ഈ നായിന്റെ മക്കൾക്ക് ഈ ലോകത്ത് കൊടുക്കാവുന്നതിലും ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. അത് നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് കൊടുക്കുക. കാരണം അത്രയ്ക്ക് വലിയ വിഷങ്ങളാണ് ഇവര്. അവന്റെ പേരോ അവളുടെ പേരോ പറയാൻ എനിക്ക് തോന്നില്ല. 2 കഴിവേറികളാണ് ആ കുഞ്ഞിനെ, ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ആ കുഞ്ഞിന്റെ ആത്മാവിന് ശാന്തി കിട്ടാനെങ്കിലും ഈ കൊലയാളി മക്കൾക്ക് നല്ല ശിക്ഷ കൊടുക്കണം. ഇതൊരു സാധാരണക്കാരനായ ഒരാളുടെ വിലാപമായിട്ട് കണ്ടാൽ മതി. കാരണം എനിക്ക് അത്രയ്ക്ക് വിഷമം സഹിച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ആ കുഞ്ഞിന്റെ മുഖം, ആ കുഞ്ഞ് അനുഭവിച്ച പെയിൻ, അതിന്റെ ജനനേന്ദ്രിയം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് മൂത്രമൊഴിക്കുന്നതിനകത്ത് ആഴത്തിലുള്ള മുറിവ്. ഒന്ന് ചിന്തിച്ചൊക്കെ, ആഴത്തിലുള്ള മുറിവ് എങ്ങനെയാടാ തായോടി? സോറി, ഞാൻ ഈ നാട്ടിലുള്ള യുവരത്നങ്ങളോട് സീരിയസ് ആയിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് കഴപ്പുണ്ടാകാം, നിങ്ങൾക്ക് ഒരു 10, 18, 20 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ലൈംഗിക ആസക്തി ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടാകാം. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ച് നിങ്ങൾ ജീവിക്കുക. ഈ ഡിവോഴ്സ് കേസൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് കൊച്ചിനെ വേണം എന്ന് വാശി പിടിക്കുന്ന തള്ളമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴും പറയാം, നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു വാശിപ്പുറത്ത് കൊച്ചിനെ മേടിച്ച് അതിനെ കൊലയ്ക്ക് കൊടുക്കാൻ നിൽക്കരുത്. ഈ കുഞ്ഞിന്റെ അച്ഛൻ നേരത്തെ സൂയിസൈഡ് ചെയ്താണോ മരിച്ചതാണെന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം വന്നാൽ ഈ കൊലയാളി മോളും ഇവനും കൂടെ ചേർന്ന് കൊന്നതായിരിക്കാം.
മനസ്സിലാവുന്നുണ്ടോ? അന്വേഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ. കാരണം ഈ കുഞ്ഞിനോട് ഈ ക്രൂരത ചെയ്തവർ ഇതും ചെയ്യാൻ മടിക്കത്തില്ല. ഞാൻ എൻ്റെ ഈ നാട്ടിലുള്ള ഓരോ പെണ്ണുങ്ങളോടും ആണുങ്ങളോടും പറയുകയാണ്, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിനെ നോക്കാൻ പറ്റത്തില്ല, അതൊരു ബാധ്യതയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ജീവിക്കണം എന്നാഗ്രഹം കുഞ്ഞുങ്ങളെ മേലെ മെക്കെട്ട് കാണാൻ നിൽക്കരുത്. അതൊന്നും അറിയാത്ത ജന്മങ്ങളാണ്. ഒന്നും അറിയാതെ പിറന്നു വീഴുന്ന ജന്മങ്ങളോട് ഈ ക്രൂരതകൾ നിങ്ങൾ ചെയ്യരുത്. ഈ പൊലയാടി മോനും ഈ പൊലയാടി മോൾക്കും തക്കതായ ശിക്ഷ കൊടുത്ത് ഇപ്പൊ വന്ന ഗവൺമെന്റ് ഒരു മാതൃകയായിരിക്കണം. ഇവിടെ കൊലപാതകം ചെയ്യുന്നവനും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവനും ഉള്ളൊരു ബെനിഫിറ്റ് എന്താ അറിയാമോ? ഇവിടുത്തെ നിയമങ്ങളൊന്നും അവരൊരു കോപ്പും ചെയ്യൂല എന്നുള്ള അവരുടെ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ആണ് ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ ജീവിതം വരെ നശിപ്പിച്ച് കളയുന്ന നാറുകൾ. ഞാൻ ഇത്രയും ഇമോഷണലായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനല്ലാതായി പോകും.